ഞാൻ ടിൻസു മാത്യു, എൽസോൾ പവർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമാണ്. കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനിയാണ് എൽസോൾ. തുടക്കകാലത്തെ പറ്റി പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഷെയർ ചെയ്യാമെന്ന് കരുതുമായിരുന്നു. എൻജിനീയറിംഗ് പഠനകാലം പാലാ സെൻറ്റ് ജോസഫ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ചൂണ്ടശ്ശേരിയിൽ, അവിടെയാണ് ഞാനും എൻ്റെ പാർട്ണറും എൻജിനീയറിംഗ് പഠിച്ചത്. അപ്പോൾ ആ പഠനകാലത്ത് സെക്കൻഡ് ഇയറിൽ വെച്ച് തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഞങ്ങളുടെ കോളേജിലെ HODയുടെ ടെക്നിക്കൽ ഗൈഡൻസോടുകൂടി സ്വയമേ ഇൻസ്റ്റാൾ ചെയ്യുകയുണ്ടായി. അതിനെപ്പറ്റി ഒത്തിരി കൂടുതലായിട്ട് പഠിച്ച് IEC സ്റ്റാൻഡേർഡ്സ് ഒക്കെ റെഫർ ചെയ്ത് സ്വന്തമായിട്ട് ആ ഒരു സിസ്റ്റം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ഒരു ടെക്നിക്കൽ റിലേറ്റഡ് ടോപ്പിക്കിനെ പറ്റി അത്ര ഡീപ്പായിട്ട് പഠിച്ച ഒരു വിഷയം. അതുപോലെ തന്നെ ഒരു ബിസിനസ് സംരംഭം പോലെ ഒരു ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കതിൽ കോൺഫിഡൻ്റ് ആയി. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് ആളുകൾ, എൻ്റെ വീടിൻ്റെ ഇലക്ട്രിക്കൽ ഒക്കെ ചെയ്ത ജോ ചേട്ടൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ആർക്കിടെക്റ്റ് ആയിരുന്ന AL ജോർജ് സാറ്, അപ്പോൾ അങ്ങനെ കുറച്ച് പേര് പേഴ്സണൽ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ക്ലയൻസിനും ഒരു ക്വാളിറ്റി സൊല്യൂഷൻ ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷനിൽ എന്തുകൊണ്ട് ടിൻസുവിന് ചെയ്ത് കൊടുത്തുകൂടാ എന്ന് അവർ ചോദിച്ചു. അങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സിനെ അവർ കണക്ട് ചെയ്ത് തന്നു. അപ്പം പഠനകാലത്ത് തന്നെ കുറച്ച് വീടുകൾക്ക് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്ത് കൊടുക്കുകയും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പാൻഷനും അതിലെ ഒരു ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കിയപ്പം ടെക്നിക്കൽ റിലേറ്റഡ് വിഷയങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയായ അവബോധവും പഠനവും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ ആളുകൾ ചെയ്തു കൂട്ടുന്നുണ്ടെന്നുള്ള ഒരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനിടയായി. അപ്പോൾ അതിലെ ഓപ്പർച്യൂണിറ്റിയാണ് ആദ്യം എന്നെ സ്ട്രൈക്ക് ചെയ്തത്. എൻജിനീയറിംഗ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ചെയ്തു കൊടുത്താൽ കേരള ജനത സ്വീകരിക്കുമെന്നും സാധ്യതകൾ കൂടുതലുണ്ടെന്നും മനസ്സിലാക്കുകയും അപ്പോൾ അതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റാം എന്നൊരു തോട്ടുമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ എൻ്റെ പാർട്ണർ ലിബിനും ഇത്തരം വിഷയങ്ങളിൽ താല്പര്യവും അതുപോലെ തന്നെ നാട്ടിൽ നിൽക്കാനും കേരളത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യാനും ഒത്തിരി ആഗ്രഹവും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചേർന്ന് അതുപോലെ തുടക്കത്തിൽ നമ്മുടെ ടീമിൽ ജോ ചേട്ടനും, ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ് MS ആൻജെ, അപ്പോൾ ജോ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് ഈ എൽസോളിൻ്റെ തുടക്കം. എൽസോൾ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു സ്പാനിഷ് വേർഡാണ്, ദ സൺ എന്നാണ് മീനിങ്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വൈദികനാണ്, ഫാദർ ജോർജ് നിലഞ്ചിക്കൽ, അദ്ദേഹമാണ് ആ പേര് ഇട്ടത്. അപ്പോൾ അങ്ങനെ 4ാം വർഷം തുടക്കത്തിൽ കോളേജിലെ എൻജിനീയറിംഗിലെ 4ാം വർഷം തുടക്കത്തിൽ കോളേജിലെ സ്റ്റാർട്ടപ്പ് ബൂട്ട് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഒഫീഷ്യലി GST രജിസ്ട്രേഷനൊക്കെ എടുത്ത് ചങ്ങനാശ്ശേരി ടൗണിൽ മധുമൂല എന്ന് പറയുന്ന സ്ഥലത്ത് 100 സ്ക്വയർ ഫീറ്റിൻ്റെ ചെറിയ 2 മുറി എടുത്ത് അങ്ങനെയാണ് നമ്മൾ പ്രസ്ഥാനം തുടങ്ങിയത്. കോളേജ് പഠനം കഴിഞ്ഞ് ഞങ്ങൾ മുഴുവനായിട്ട് അതിലേക്ക് ഇറങ്ങി. പിന്നെ ഈ 7 വർഷമായിട്ട് അവിടെ തന്നെയുണ്ട്. ദൈവാനുഗ്രഹത്താലും കസ്റ്റമേഴ്സിൻ്റെയും അഭ്യുതകാംക്ഷികളുടെയും എല്ലാ സപ്പോർട്ടാലും ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സോളാർ കമ്പനിയായിട്ട് നമുക്ക് വളരാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ ടീമിൽ സോളാർ പ്രൊജക്ട്സിൻ്റെയും അതുപോലെ തന്നെ ട്രേഡിങ്ങിൻ്റെയും ഡിവിഷനുണ്ട്. നമ്മുടെ സബ്സിഡിയറി ആയിട്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ ഒരു ഡിവിഷനും എൽസോൾ ക്രിയേഷൻസ് എന്ന പേരിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ടോട്ടൽ ഒരു 130-ന് മുകളിലുള്ള ഒരു ടീം സ്ട്രെങ്തോടുകൂടി ഓൾ കേരള പ്രസൻസ് നമ്മുടെ കമ്പനിക്കുണ്ട്. ഇത്തരത്തിലുള്ള സോളാറും വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അറിയാനും മനസ്സിലാക്കാനുമായി നിങ്ങൾ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.